على رسول الله وعلى آله وأصحابه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവന്റെ ഭവനത്തിലേക്ക് പഠിക്കുവാനുള്ള താല്പര്യമാണ് അല്പസമയം ഇങ്ങനെ ചെലവഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ പ്രതീക്ഷയുടെ വാതിലുകളാണ് വിശുദ്ധ ഖുർആൻ തുറന്നിട്ട് കൊടുക്കുന്നത്. അഫമൻ വഅദ്നാഹു വഅദൻ ഹസനൻ ഫഹുവ ലാഖിഹ് കമൻ മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയ സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഹ്ദരീൻ. ഈ രണ്ട് വിഭാഗം ആളുകൾ സമമാകുമോ? ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ നശ്വരമായ ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളും ഒരു വലിയ സൗഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളും സമമാകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് വആസറ ലദ്ദത്തൽ ആജില അല ആജില, പെട്ടെന്ന് നശിച്ചു പോകുന്ന ആസ്വാദനത്തെ തിരഞ്ഞെടുക്കുകയും നശിക്കാത്ത സൗഭാഗ്യത്തെ തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? ثم هو يوم القيامة إذا ورد على الله من المحضرين. ഏത് നിമിഷവും ഖിയാമത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ കഠിനമായ ശിക്ഷയുടെ മുമ്പിലാണ് അവർ കൊണ്ടുവരപ്പെടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് എപ്പോഴും പ്രതീക്ഷയും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നൽകിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ആണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം തീർക്കും. എത്രയെത്ര വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമുമായി ഒരു ബന്ധം സ്ഥാപിച്ചവൻ ദുഃഖിക്കേണ്ടി വരികയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അവന് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത സുഖ ആസ്വാദനങ്ങളുടെ സ്വർഗലോകം വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചവന് ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം അതിൽ നിന്ന് ഹിദായത്ത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവൻ, വല്ലദീ ലാ യഹ്തദി ബിഹാദൽ കിതാബ് യുളീഉ ഉംറഹു, ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഹിദായത്ത് സ്വീകരിക്കാത്തവൻ അവന്റെ ആയുഷ്കാലം നഷ്ടപ്പെടുത്തുകയാണ്, പാഴാക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വമുസ്തഖ്ബലഹു വമസീറഹു, അവന്റെ ലക്ഷ്യമറിയാത്തവനാണ്, അവന്റെ ഭാവി നഷ്ടപ്പെടുത്തുന്നവനാണ്. അതുമാത്രമല്ല വയസീറു ഫീ ളുലുമാതിൽ ജഹ്ലി വദ്ദലാല, അതുപോലെ തന്നെ അവൻ വഴികേടിന്റെയും വിവരക്കേടിന്റെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്നവനാണ്, ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവൻ. വലിദാലിക ഖാല അല്ലാഹു തആല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക, ആരെങ്കിലും നമ്മുടെ ഈ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവന് കുടുസായ ജീവിതമുണ്ട്, പ്രയാസമുള്ള ജീവിതം. അവന് സമ്പത്തുണ്ടാകാം, സൗഭാഗ്യമുണ്ടാകാം, ബാഹ്യമായിട്ടെല്ലാം ഉണ്ടാകാം, പക്ഷേ ജീവിതം പ്രയാസകരമാണെന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഇന്ന ലഹു മഈശതൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായിട്ടാണ് നിർജീവിപ്പിക്കപ്പെടുക. കാരണം ഖുർആൻ അവൻ കണ്ടില്ല, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വാക്കുകൾ അവൻ ശ്രദ്ധിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ. അതുകൊണ്ട് തന്നെ ഖുർആനുമായിട്ടുള്ള പഠിക്കാനുള്ള ആഗ്രഹം അത് നമ്മൾ നിലർത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ്